ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ അവിയലാണ്. പച്ചക്കറികൾ ഒന്നും ഉടഞ്ഞു പോവാതെ 5 മിനിറ്റ് സമയം കൊണ്ട് കുക്കറിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവിയൽ ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഒരു കഷ്ണം പടവലങ്ങ എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് നല്ല നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നീട് ഒരു ക്യാരറ്റും കുറച്ച് ബീൻസും എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൂട്ടിയും കുറച്ചും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് 2 മുരിങ്ങാക്കായും 2 പച്ചക്കായയുമാണ്. ഇവയെല്ലാം നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അവിയലിന് പച്ചക്കറികൾ അരിയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും 1 ഇഞ്ച് നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. മുരിങ്ങാക്കായെല്ലാം കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഉടഞ്ഞു പോവാതിരിക്കാനുള്ള ഒരു ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണുക. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം വെള്ളരിക്കയും ഒരു കഷ്ണം ചേനയും ആണ്. പല സ്ഥലത്തും ഉപയോഗിക്കുന്ന വെജിറ്റബിൾസിൽ എല്ലാം വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളവ കൂട്ടിയും കുറച്ചും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ചേന അരിഞ്ഞെടുത്തപ്പോൾ ഞാൻ വളരെ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നീട് ഇവയെല്ലാം നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റണം. ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിനകത്തേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ 3 ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഒരു 4 പച്ചമുളകും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കണം. അരഞ്ഞു പോവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ തേങ്ങ ചതച്ചെടുക്കാൻ. പിന്നീട് ഒരു കുക്കർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കുക. ഒന്നിച്ചാണ് വെജിറ്റബിൾസ് എല്ലാം ചേർക്കുന്നത്. കുക്കറിനകത്തേക്ക് എല്ലാ വെജിറ്റബിൾസും ഈ സമയത്ത് ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് പെട്ടെന്ന് തന്നെ കഴിയുമെന്ന് പറയാൻ കാരണം നമ്മൾ ഇത് എല്ലാം കൂടി ചേർത്തിട്ടാണ് കുക്കറിൽ കുക്ക് ചെയ്യാൻ വെക്കുന്നത്. പിന്നെ നമ്മൾ അത് തുറക്കുന്ന സമയമാകുമ്പോഴേക്കും അവിയൽ റെഡിയായിട്ടുണ്ടാവും. എല്ലാ പച്ചക്കറികളും ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തൈര് ചേർക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന ടിപ്പെന്ന് പറയുന്നത്. കാരണം പച്ചക്കറികൾ ഒന്നും ഉടഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ ആദ്യമേ തന്നെ തൈര് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേർത്തതിന് ശേഷം 1 സ്പൂൺ ഉപയോഗിച്ച് ആ തൈര് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തൈര് പച്ചക്കറിയിൽ എല്ലാ ഭാഗത്തും എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ പച്ചക്കറികൾ നമുക്ക് കുഴഞ്ഞു പോവാതെ പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാം ഒന്നിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ഒന്നുകൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും. ഇതിന് ശേഷം കുക്കർ അടച്ചതിന് ശേഷം നമുക്ക് ഇത് അടുപ്പിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കുക. ഒരൊറ്റ വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് വെക്കുക. പിന്നീട് ആവിയെല്ലാം പോയതിന് ശേഷം നമുക്കിത് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവിയൽ തന്നെയാണ്. പച്ചക്കറി കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാലറിയാം എല്ലാ കഷ്ണങ്ങളും അതേപടി തന്നെ ഉണ്ട്. അല്ലാതെ നമ്മൾ എപ്പോഴും കുക്കറിൽ പച്ചക്കറികൾ ഒന്നിച്ച് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇവയെല്ലാം കുഴഞ്ഞു പോവും. നമ്മളല്ലാതെ പാത്രത്തിൽ അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും അവസാനമാണ് തൈര് ചേർത്ത് കൊടുക്കുക.
ഈ കുക്കറിൽ നമ്മൾ ഒന്നിച്ച് ചേർക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ എല്ലാ തൈരും എല്ലാം ചേർത്തിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഈ സമയത്ത്. പിന്നെ ഇതിനകത്തേക്ക് നമ്മുടെ അവിയലിൻ്റെ പ്രധാന ടേസ്റ്റ് എന്ന് പറയുന്നത് പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നതാണ്. ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മൂടി കൊണ്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് സമയം ഒന്ന് ആവി കയറുന്നതിന് വേണ്ടി വെക്കുക. ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.